Dear students, in the previous class we had learned about the structure of tooth and how the structure of tooth is adapted to convert food into smaller particles. Today we are going to learn about the role of tongue in digestion. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പല്ലിൻ്റെ ഘടനയെക്കുറിച്ചും ആഹാരപദാർത്ഥങ്ങളെ ചെറു കണികകളാക്കുന്നതിൽ പല്ലുകളുടെ ഘടന എത്രമാത്രം യോജിച്ചതാണെന്നും കണ്ടു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാക്കിന് ദഹന പ്രക്രിയയിൽ എന്ത് പങ്കാണുള്ളത്. The tongue mixes food items with saliva and helps the teeth to masticate it. The taste buds in the tongue also help us to sense taste. ഭക്ഷണ പദാർത്ഥങ്ങളെ ഉമിനീരുമായി കൂട്ടിക്കലർത്തുന്നതും പല്ലുകൾക്ക് ചവച്ചരയ്ക്കുന്നതിന് വേണ്ട സഹായം ചെയ്യുന്നത് നാക്കാണ്. കൂടാതെ രുചിയറിയാൻ നാക്കിലെ സ്വാദുമുകുളങ്ങളും സഹായിക്കുന്നു. ഇനി സലൈവ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഉമിനീര്. ഇനി ഡൈജഷനിൽ ഉമിനീരിൻ്റെ പങ്കാണ്. ഡസ് സലൈവ പ്ലേ എനി റോൾ ഇൻ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ? എന്തെങ്കിലും പങ്കുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉമിനീരിന് ഡൈജഷനിൽ എന്തെങ്കിലും പങ്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എവിടെ നിന്നാണ് ഉമിനീരുണ്ടാകുന്നത്? അതായത് there are 3 pairs of salivary glands in the mouth. നമ്മുടെ വായിൽ 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട്. The saliva secreted from the salivary glands contains mucus, enzymes like salivary amylase and lysozyme. അപ്പോൾ ഈ ഉമിനീർ ഗ്രന്ഥികളിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന സലൈവ, അതിൽ 3 കമ്പണൻസ് ഉണ്ട്. സലൈവയിൽ 3 കമ്പണൻസ് ഉണ്ട്. First one is called mucus and the other 2 are enzymes, salivary amylase and lysozyme. Now we are going to learn about the function of these components. ഇനി ഇവയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. First one is mucus. Mucus makes the food slimy so that it can be easily swallowed. And the second one, lysozyme, to a great extent helps to destroy the germs that enter the body through food. Then the third one, salivary amylase, partially converts starch to maltose, a form of sugar. ഒന്നാമത്തെ കമ്പണൻ്റ് എന്ന് പറയുന്നത് മ്യൂക്കസ് ആണ്. ആഹാരത്തെ വിഴുങ്ങാൻ സഹായിക്കുന്നു, അതായത് വഴുവഴുപ്പുള്ളതാക്കി വിഴുങ്ങാൻ സഹായിക്കുന്നത് ശ്ലേഷ്മം. മലയാളത്തിൽ മ്യൂക്കസിൻ്റെ മലയാളം എന്ന് പറയുന്നത് ശ്ലേഷ്മം എന്നാണ്. അപ്പോൾ ഭക്ഷണത്തെ വഴുവഴുപ്പുള്ളതാക്കി വിഴുങ്ങാൻ സഹായിക്കുന്നു. രണ്ടാമത്തത് ലൈസോസൈം, ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കുന്നതിന് ലൈസോസൈം സഹായിക്കും. മൂന്നാമത്തത് സലൈവറി അമിലേസ്, അത് അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നു. ഇനി ഒരു എക്സ്പെരിമെൻ്റ് ആണ്, അതായത് സലൈവറി അമിലേസിൻ്റെ ആക്ഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് എക്സ്പെരിമെൻ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. Take 5 ml each of rice groil into 2 test tubes. 2 ടെസ്റ്റ് ട്യൂബിലായിട്ട് 5 ml കഞ്ഞിവെള്ളം എടുക്കുക. Add few drops of iodine solution in the first test tube and observe the color change. അതിൽ ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് അയഡിൻ ലായനി ചേർത്ത് ഇളക്കണം, എന്നിട്ട് അതിൻ്റെ നിറം മാറ്റം നിരീക്ഷിക്കണം. Add 5 ml saliva to the rice groil in the second test tube and shake it well. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ കഞ്ഞിവെള്ളത്തിൽ 5 ml ഉമിനീർ ചേർത്ത് നന്നായി ഇളക്കുക. After some time, take some of it and add some iodine solution to it and observe the color change. കുറച്ച് സമയം കഴിഞ്ഞ് അതിൽ നിന്ന് അല്പം ഭാഗം എടുത്ത് അയഡിൻ ലായനി ചേർക്കുക. അപ്പോൾ ഉണ്ടാകുന്ന നിറവ്യത്യാസം നിരീക്ഷിക്കുക. Add 3 ml Benedict's reagent to the remaining solution and heat it. Then observe the color change. ബാക്കി ഭാഗത്തിൽ 3 ml ബെനഡിക്റ്റ് റിയേജൻറ്റ് ചേർത്ത് ചൂടാക്കുക, നിറമാറ്റം നിരീക്ഷിക്കുക. Then when iodine is added to starch, a blue color appears. അന്നജത്തിൽ അയഡിൻ ലായനി ചേർക്കുമ്പോൾ
ഒരു നീല നിറം ഉണ്ടാവും. When the solution containing sugar like maltose is mixed with the Benedict reagent and heated, one of the colors green, yellow, orange or red is formed. മാൾട്ടോസ് പോലുള്ള പഞ്ചസാര അടങ്ങിയ ലായനിയിൽ ബെനഡിക്റ്റ് റിയേജൻറ്റ് ചേർത്ത് ചൂടാക്കുമ്പോൾ പഞ്ചസാരയുടെ ഗാഢതയ്ക്കനുസരിച്ച് പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നീ നിറങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ലഭിക്കും. ഇതങ്ങനെ പരീക്ഷിക്കുന്നു ചോദിക്കുന്നതല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു വച്ചേക്കണം. ഓക്കെ. ബൈ ദിസ് the topic of digestion in mouth is over. Then we are going to learn the next part of digestive tract or digestive system, that is the food pipe or alimentary canal. അപ്പോൾ ഇത്രയായപ്പോൾ വായിൽ വെച്ച് നടക്കുന്ന ദഹന പ്രക്രിയ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഭാഗമായ നമ്മുടെ ദഹന വ്യവസ്ഥയുടെ അടുത്ത ഭാഗമായ അലിമെൻ്ററി കനാലിലേക്ക് ഓർ ഫുഡ് പൈപ്പ് എന്ന് പറയും. അലിമെൻ്ററി കനാൽ ഓർ ഫുഡ് പൈപ്പ്. From the mouth, food enters into the esophagus through the pharynx. The trachea also begins from the pharynx. വായിൽ നിന്ന് ആഹാരം അന്നനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് ഫാരിങ്സിലൂടെയാണ്. ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ ഗ്രസനി എന്നാണ് മലയാളം. അതുപോലെ ശ്വാസനാളം ആരംഭിക്കുന്നത് ഗ്രസനിയിൽ നിന്നാണ്. അപ്പോൾ ശ്വാസനാളവും അന്നനാളവും അടുത്തടുത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം ഉണ്ടാവാം. നാം വിഴുങ്ങുന്ന ആഹാരം, വായിൽ നിന്ന് വിഴുങ്ങുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പോകാതെ കൃത്യമായി അന്നനാളത്തിലേക്ക് തന്നെ പ്രവേശിക്കുന്നത് എങ്ങനെ? അപ്പോൾ അതിനുള്ള എന്ത് സംവിധാനമാണ് ഉള്ളതെന്ന് നോക്കാം. അതിൽ ഒരു ഫ്ലോ ചാർട്ടാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഫ്ലോ ചാർട്ടാണ്. 4 പോയിൻറ്റ്സ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ പോയിൻറ്റ്, ടങ് കംപ്രസസ് ദ ഫുഡ് ഇൻ ടു ബാൾസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാലേറ്റ്. നാക്ക് ഭക്ഷണത്തെ അണ്ണാക്കിൻ്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കുന്നു. നമ്മൾ വെറുതെ ഒന്ന് വിഴുങ്ങി നോക്കണം. എന്തെങ്കിലും ഇങ്ങനെ വിഴുങ്ങി നോക്കുക. വിഴുങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ആ നാക്ക് ഇങ്ങനെ നമ്മുടെ വായിൽ വെച്ചിരിക്കുന്ന ആഹാരത്തെ ഇങ്ങനെ അമർത്തുന്നതായിട്ട് നമുക്ക് തോന്നില്ല. അമർത്തി ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ അമർത്തുന്നതായിട്ട് തോന്നില്ലേ? വെറുതെ ഒന്ന് വിഴുങ്ങി നോക്കുക. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ടങ് കംപ്രസസ് ദ ഫുഡ് ഇൻ ടു ബാൾസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാലേറ്റ്. രണ്ടാമത്തെ പോയിന്റ്, വ്യൂള ക്ലോസസ് ദ നേസൽ ക്യാവിറ്റി ദാറ്റ് ഓപ്പൺസ് ടു ദ ഫാരിങ്സ്. ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ചെറുനാക്ക് അടയ്ക്കുന്നു. നാസാഗഹ്വരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിലുള്ള ദ്വാരങ്ങളില്ലേ, അതിങ്ങനെ മുകളിലേക്ക് പോകും. ആ ദ്വാരം ചെന്ന് അവസാനിക്കുന്നത് ഫാരിങ്സിലാണ്, ഗ്രസനിയിലാണ്. വ്യൂള ക്ലോസസ് ദ നേസൽ ക്യാവിറ്റി ദാറ്റ് ഓപ്പൺസ് ടു ദ ഫാരിങ്സ്. ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ചെറുനാക്ക് അടയ്ക്കുന്നു. വ്യൂള എന്ന് പറഞ്ഞാൽ ചെറുനാക്ക്. അത് നമ്മൾ വായ തുറന്നിട്ട് വായുടെ അങ്ങ് അറ്റത്ത് നോക്കുമ്പോൾ ഒരു കുഞ്ഞു നാക്ക് പോലൊരു സാധനം ഇങ്ങനെ നിൽക്കുന്ന കാണാം. അതാണ് വ്യൂള. തേർഡ് പോയിന്റ്, ദ ട്രക്കിയ ടിൽസ് അപ്പ് ആൻഡ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് ബൈ ദ എപ്പിഗ്ലോട്ടിസ്. ആഹാരം വിഴുങ്ങുന്ന സമയത്ത് ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് ക്ലോമപിധാനം, എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ക്ലോമപിധാനം എന്ന് പറയും. അപ്പോൾ ട്രക്കിയ മുകളിലേക്ക് ഉയർന്ന് ക്ലോമപിധാനം കൊണ്ട് അടയ്ക്കപ്പെടും. നാലാമത്തെ പോയിന്റ്, പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ടങ് അലോസ് ഫുഡ് ടു മൂവ് ഓവർ ദ എപ്പിഗ്ലോട്ടിസ് ഇൻ ടു ദ ഈസോഫാഗസ്. നാക്കിൻ്റെ പിൻഭാഗം ഭക്ഷണത്തെ ക്ലോമപിധാനത്തിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടും. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് സ്റ്റൊമക്കാണ്. അലിമെൻ്ററി കനാൽ കഴിഞ്ഞാൽ അടുത്ത ഭാഗം സ്റ്റൊമക്ക്. ഫുഡ് റീച്ചസ് ദ സ്റ്റൊമക്ക് ബൈ പെരിസ്റ്റാൾസിസ്. ഫുഡ് റീച്ചസ് ദ സ്റ്റൊമക്ക് ബൈ പെരിസ്റ്റാൾസിസ്. എന്താണ് പെരിസ്റ്റാൾസിസ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ വേവ് ലൈക്ക് മൂവ്മെൻറ്റ് ഓഫ് ഈസോഫാഗസ്. ഈസോഫാഗസിൽ അനുഭവപ്പെടുന്ന തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. ഇറ്റ് ഈസ് ദ വേവ് ലൈക്ക് മൂവ്മെൻറ്റ് ഓഫ് ഈസോഫാഗസ്. ദ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ഇൻ ദ മൗത്ത് റീച്ചസ് ദ സ്റ്റൊമക്ക് വേർ ഡൈജഷൻ ടേക്സ് പ്ലേസ്. അപ്പോൾ വായിൽ വെച്ച് അല്പമാത്രം ദഹിച്ച ആഹാരപദാർത്ഥങ്ങൾ ആമാശയത്തിലെത്തി കൂടുതലായി ദഹിപ്പിക്കപ്പെടുന്നു. ഇനി ആമാശയത്തിലെ ദഹന പ്രക്രിയയാണ് നോക്കുന്നത്. പെരിസ്റ്റാൾസിസ് ഇൻ ദ സ്റ്റൊമക്ക് കൺവേർട്സ് ഫുഡ് ഇൻ ടു എ പേസ്റ്റ് ലൈക്ക് ഫോം.
Special kind of circular muscles present in the posterior part of stomach retain food for a specific period. Different components in the gastric juice secreted by glands in the stomach wall also play a very important role in the process of digestion. അതായത് ആമാശയത്തിൽ അനുഭവപ്പെടുന്ന പെരിസ്റ്റാൾസിസ് ആഹാരത്തെ മർദ്ദിച്ച് കുഴമ്പ് പരുവത്തിലാക്കും. Peristalsis in the stomach converts food into a paste-like form. Special kind of circular muscles present in the posterior part of the stomach retain food for a specific period. ആമാശയത്തിൻ്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം പേശികൾ ആഹാരത്തെ ആമാശയത്തിൽ വേണ്ടത്ര സമയം നിലനിർത്തുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ആമാശയഭിത്തിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥികൾ സ്രവിക്കുന്ന ദഹനരസമാണ് ആമാശയരസം. ഈ ആമാശയരസവും ദഹനപ്രക്രിയയിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് കമ്പണൻസ് ഇൻ ദ ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രേറ്റഡ് ബൈ ഗ്ലാൻഡ്സ് ഇൻ ദ സ്റ്റൊമക് വാൾ ഓൾസോ പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ. ഇനി ഗ്യാസ്ട്രിക് ജ്യൂസിലെ കമ്പണൻസ് ഏതൊക്കെ, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയെന്നാണ് നോക്കുന്നത്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ കമ്പണൻസ് ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ്? Gastric juice contains pepsin, hydrochloric acid and mucus. Gastric juice contains pepsin, hydrochloric acid and mucus. Pepsin converts protein to peptones partially. Hydrochloric acid kills germs in the food, regulates pH for digestion in the stomach. Mucus protects the stomach wall from the action of digestive juices. Pepsin converts protein to peptones. Hydrochloric acid kill the germs. ആഹാരത്തിലൂടെ അകത്ത് കിടക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആമാശയത്തിൽ നടക്കുന്ന ദഹനപ്രക്രിയയ്ക്ക് യോജിച്ച pH റെഗുലേറ്റ് ചെയ്യാനും ഹൈഡ്രോക്ലോറിക് ആസിഡ് സഹായിക്കുന്നു. ഇനി മ്യൂക്കസ് ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയഭിത്തിയെ രക്ഷിക്കുന്നു. പ്രൊട്ടക്ട്സ് ദ സ്റ്റൊമക് വാൾ ഫ്രം ദ ആക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. അപ്പോൾ ഇത്രയായപ്പോൾ ആമാശയത്തിൽ വെച്ച് നടക്കുന്ന മാറ്റങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത ഭാഗത്തേക്ക്, അതായത് ആമാശയം കഴിഞ്ഞാൽ അടുത്ത ഭാഗം ഏതാണ്? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ദ ഡൈജഷൻ ഓഫ് ഫുഡ് ഗെറ്റ്സ് കംപ്ലീറ്റഡ് ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് digested food takes place in the small intestine. From the stomach, the food in paste form enters duodenum in the initial part of small intestine. It reacts with the juices secreted by liver and pancreas and digestion continues. അതായത് ഇനി ചെറുകുടലിലെ ദഹന പ്രക്രിയയാണ് പറയുന്നത്. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗീരണം നടക്കുന്നതും ചെറുകുടലിൽ വെച്ചാണ്. The digestion of food gets completed and absorption of digested food takes place in the small intestine. ആമാശയത്തിൽ നിന്ന് കുഴമ്പ് രൂപത്തിലെ ആഹാരം ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമായ പക്വാശയം, അതായത് ഡിയോഡിനം എന്ന് പറയും. From the stomach, the food in paste form enters the duodenum, the initial part of small intestine. ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമായ പക്വാശയം, ആമാശയത്തിൽ നിന്നും കുഴമ്പ് രൂപത്തിലായ ആഹാരം ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമായ പക്വാശയത്തിലേക്ക് കടക്കുന്നു. അവിടെ വെച്ച് കരൾ, ആഗ്നേയഗ്രന്ഥി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളുമായി പ്രവർത്തിച്ച് ആഹാരത്തിൻ്റെ ദഹനപ്രക്രിയ തുടരുന്നു. ഇനി ദഹനപ്രക്രിയയിൽ കരളിൻ്റെയും പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും പങ്ക് എന്താണെന്ന് പഠിക്കണം. ലിവറിൻ്റെയും പാൻക്രിയാസിൻ്റെയും റോളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ലിവർ. Liver also play a very important role in digestion. The digestive juice secreted by liver is called bile. BILE, bile. Bile എന്ന് പറഞ്ഞാൽ പിത്തരസം എന്ന് പറയും മലയാളത്തിൽ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം. അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് കൺവേർട്സ് ഫാറ്റ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ് ആൻഡ് മേക്സ് ദ ഫുഡ് ആൽക്കലൈൻ. കൊഴുപ്പിനെ ചെറു കണികകളാക്കുന്നു, അതുപോലെ ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കി മാറ്റുന്നു. The excess bile secreted by the liver is stored in the gall bladder. അധികമുള്ള
ബൈൽ അതായത് പിത്തരസം പിത്തസഞ്ചിയിൽ സംഭരിച്ചു വയ്ക്കും. ഇനി അടുത്തത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് എന്ന് പറയുന്നത് ഒരു ഗ്ലാൻഡാണ്. അപ്പോൾ പാൻക്രിയാസ് സെക്രീറ്റ് pancreatic juice. Pancreas secretes pancreatic juice and it contains enzymes pancreatic amylase, trypsin and pancreatic lipase. പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറഞ്ഞാൽ പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്. അതിനകത്ത് 3 കമ്പണൻസ് ആണുള്ളത്. ഇറ്റ് കണ്ടെയ്ൻസ് പാൻക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ ആൻഡ് പാൻക്രിയാറ്റിക് ലിപ്പേസ്. ഇനി അത് 3ൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. പാൻക്രിയാറ്റിക് അമിലേസ് കൺവേർട്സ് സ്റ്റാർച്ച് ടു മാൾട്ടോസ്. ട്രിപ്സിൻ കൺവേർട്സ് protein to peptides and pancreatic lipase converts fat into glycerol and fatty acid. Pancreatic lipase സ്റ്റാർച്ചിനെ മാൾട്ടോസായും ട്രിപ്സിൻ പ്രോട്ടീനെ പെപ്റ്റൈഡുകളായും പാൻക്രിയാറ്റിക് ലിപ്പേസ് ഫാറ്റിനെ ഗ്ലിസറോളും ഫാറ്റി ആസിഡുമാക്കി മാറ്റുന്നു. അപ്പോൾ ഫാറ്റ് ഗ്ലിസറോളും ഫാറ്റി ആസിഡും ആയി മാറുമ്പോൾ തന്നെ അവിടെ കൊഴുപ്പിൻ്റെ ഡൈജഷൻ പൂർണ്ണമാവുകയാണ്, ഏറെക്കുറെ കംപ്ലീറ്റ് ആവുകയാണ്. കൊഴുപ്പ് ദഹിച്ച് തീരുവാണ്. കൊഴുപ്പ് ദഹിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സിംപ്ലർ കമ്പണൻസ് എന്ന് പറയുന്നത് ഗ്ലിസറോളും ഫാറ്റി ആസിഡുമാണ്. ഇനി ദഹിക്കാനുള്ളത് അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യാനുള്ളത് 2 ഭാഗങ്ങളാണുള്ളത്, മാൾട്ടോസും പെപ്റ്റൈഡും, അതായത് സ്റ്റാർച്ചും പ്രോട്ടീനും. ഇനി അത് നടക്കുന്നതെന്ന് പറയുന്നത് ചെറുകുടലിൽ വെച്ചാണ്. അതിൻ്റെ ദഹനപ്രക്രിയ പൂർത്തിയാകുന്നത് സ്റ്റാർച്ചും പ്രോട്ടീനും പൂർണ്ണമായിട്ടും ഡൈജഷന് വിധേയമാകുന്നത് ചെറുകുടലിൽ വെച്ചാണ്. അപ്പോൾ അതുകൂടി നോക്കാം. ദ ഫുഡ് ആൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഡൈജസ്റ്റഡ് മൂവ്സ് ഫോർവേഡ് ഫ്രം ദ ഡിയോഡിനം. അപ്പോൾ ഡിയോഡിനത്തിൽ വെച്ചാണ് നമ്മൾ നേരത്തെ കണ്ട പാൻക്രിയാറ്റിക് അമിലേസും ട്രിപ്സിനും പാൻക്രിയാറ്റിക് ലിപ്പേസും എങ്ങനെയാണ് ഡൈജഷന് സഹായിക്കുന്നതെന്ന് കണ്ടില്ലേ? അത് ഡിയോഡിനത്തിൽ വെച്ചാണ്. ഇനി ബാക്കിയുള്ള സ്റ്റാർച്ചും പ്രോട്ടീനും മാത്രമാണ് ഇനി ദഹിക്കാനുള്ളത്, ഡൈജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഡൈജഷൻ പൂർണ്ണമാകുന്നത് ചെറുകുടലിൽ വെച്ചാണ്. അതെങ്ങനെ നോക്കാം. വെൻ ഫുഡ് മൂവ്സ് ഫോർവേഡ് ഫ്രം ഡിയോഡിനം ഇറ്റ് ഗെറ്റ് മിക്സ്ഡ് വിത്ത് ദ ഇൻറ്റസ്റ്റൈനൽ juice secreted by the glands in the small intestine. ചെറുകുടലിലെ ഭിത്തികൾ സ്രവിക്കുന്ന ഡൈജസ്റ്റീവ് ജ്യൂസാണ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് എന്ന് പറയും. ചെറുകുടലിലെ ഭിത്തിയിലുള്ള ഗ്രന്ഥികൾ സ്രവിക്കുന്ന ഡൈജസ്റ്റീവ് ജ്യൂസാണ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് എന്ന് പറയുന്നത്. Different enzymes are present in the intestinal juice, some of which convert maltose, lactose and sugar into simpler forms like glucose, fructose and galactose. അതായത് ഇവയിൽ മാൾട്ടോസ്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, മാൾട്ടോസ്, ലാക്ടോസ്, അതായത് പാലിലെ ധാന്യകമാണ് ലാക്ടോസ്. അതുപോലെ പാലിൽ പഞ്ചസാരയും ഉണ്ട്. പാലിലെ ധാന്യകമായ ലാക്ടോസിനെയും പഞ്ചസാരയെയും അതുപോലെ മാൾട്ടോസിനെയും ദഹിപ്പിച്ച് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നീ ലഘു ഘടകങ്ങളാക്കി മാറ്റും. അപ്പോൾ ചെറുകുടലിലെ ഗ്രന്ഥികൾ സ്രവിക്കുന്ന ദഹനരസം, അതിനെ നമ്മൾ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് എന്ന് പറയും. ആ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിൽ വ്യത്യസ്ത തരത്തിലുള്ള എൻസൈമുകൾ അടങ്ങിയിട്ടുണ്ട്. അവയിൽ ചിലത് മാൾട്ടോസിനെയും പാലിലെ ധാന്യകമായ ലാക്ടോസിനെയും പഞ്ചസാരയെയും ദഹിപ്പിച്ച് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നീ ലഘുഘടകങ്ങളാക്കി മാറ്റും. ഇനി മറ്റൊരു വിഭാഗം എൻസൈമുകൾ പെപ്റ്റൈഡുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റും. Another set of enzymes converts peptides into amino acids. പെപ്റ്റൈഡ്സ് അമിനോ ആസിഡ് ആകുക എന്ന് പറഞ്ഞാൽ അവിടെ പ്രോട്ടീൻ്റെ ഡൈജഷനും കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ മുകളിൽ നമ്മൾ മാൾട്ടോസും ലാക്ടോസും എല്ലാം എന്താക്കി മാറി? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. അപ്പോൾ
സ്റ്റാർച്ചിൻ്റെ ഏറ്റവും സിംപ്ലർ ഫോംസ് ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. നമ്മൾ പലതരത്തിലുള്ള സ്റ്റാർച്ച്, ഇപ്പോൾ ചോറിലടങ്ങിയിരിക്കുന്ന സ്റ്റാർച്ച് ഉണ്ട്, പഴവർഗ്ഗങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റാർച്ച് ഉണ്ട്. അപ്പോൾ ഇത് ഏതായാലും ഡൈജഷൻ്റെ അവസാനം എന്താക്കി മാറ്റണം? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആയിട്ട് മാറ്റണം. അതുപോലെ അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ അല്ലെങ്കിൽ മാംസ്യത്തിൻ്റെ ഏറ്റവും ചെറിയ കണികകളാണ് അമിനോ ആസിഡുകൾ. അപ്പോൾ പ്രോട്ടീൻ കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിട്ട് മാറണം? അമിനോ ആസിഡുകളായിട്ട് മാറണം. കൊഴുപ്പിൻ്റെ ഡൈജഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിയോഡിനത്തിൽ വെച്ച് തന്നെ കൊഴുപ്പ് പൂർണ്ണമായിട്ടും ഡൈജസ്റ്റ് ചെയ്ത് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാത്തിൻ്റെയും, അതായത് സ്റ്റാർച്ച് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, ഇത് മൂന്നും കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ബൈ ദിസ് ദ പ്രോസസ് ഓഫ് ഡൈജഷൻ ഈസ് ഓവർ. ദെൻ വിച്ച് ആർ ദ എൻഡ് പ്രോഡക്ട്സ് ഫോംഡ് ആഫ്റ്റർ ഡൈജഷൻ? അപ്പോൾ ഡൈജഷൻ എന്ന് പറയുന്ന ആ പ്രക്രിയ പൂർണ്ണമായി കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഡൈജഷൻ്റെ ഫലമായിട്ടുണ്ടായ എൻഡ് പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ് എന്തായിട്ടാണ് മാറുന്നത്? കാർബോഹൈഡ്രേറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ്. അതിൻ്റെ ഏറ്റവും സിംപ്ലറായിട്ടുള്ള ഫോമാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. ദെൻ പ്രോട്ടീൻസ് ഇൻറ്റു അമിനോ acids. Then fat to glycerol and fatty acids. These are the simpler components formed after digestion. അപ്പോൾ ഇത്രയാണ് ഡൈജഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സിംപ്ലർ മോളിക്യൂൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻഡ് പ്രോഡക്ട്സ് എന്ന് പറയാം. ഡൈജഷൻ്റെ എൻഡ് പ്രോഡക്ട്സ് എന്ന് പറയാം. അപ്പോൾ ഡൈജഷൻ കംപ്ലീറ്റ് ആയി, ഇനി അബ്സോർഷനാണ്. ഈ ഉണ്ടായ എൻഡ് പ്രോഡക്ട്സ്, അതായത് ഈ സിംപ്ലർ ന്യൂട്രിയൻസ് എന്ന് പറയാം നമുക്കതിനെ. ഈ സിംപ്ലർ ന്യൂട്രിയൻസിനെ ബ്ലഡിലേക്ക് അബ്സോർവ് ചെയ്യണം. അടുത്ത പ്രോസസ്സ് അതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി ഒരു 3-4 ക്വസ്റ്റ്യൻ ഞാൻ പറയാം. അതൊന്ന് എഴുതിയെടുത്തിട്ട് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഞാൻ നോട്ട് ഇട്ടേക്കാം, എന്നാലും റഫായിട്ട് എഴുതുക. എഴുതിയിട്ട് നോട്ട് കറക്റ്റ് ചെയ്യണം കേട്ടോ. What are the different types of teeth and write down their function? ഒന്നാമത്തെ ചോദ്യം, what are the different types of teeth and write down their function? Second question, explain the structure of teeth with the help of a labeled diagram. Explain the structure of teeth with the help of labeled diagram. Third question, what is the role of tongue in digestion? Fourth one, name the components of saliva and write down their functions. Fifth one, what is peristalsis? Sixth one, complete the flow chart regarding to the swallowing of food. And seventh one, what are the changes that happen to the food while it is in the stomach? What are the changes that happen to food while it is in the stomach? Okay. അപ്പോൾ എല്ലാവരും നോട്ട് എഴുതാൻ ശ്രമിക്കുക.